നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആം ആദ്മി പാർട്ടിക്ക് പ്രചാരണത്തിന് ഊർജ്ജം പകരാൻ കേജ്രിവാളിന്റെ മടങ്ങിവരവ് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അറസ്റ്റ് ചെയ്യപ്പെട്ട കൃത്യം 50-ാം ദിവസമാണ് കേജ്രിവാളിന് ഇടക്കാല ജാമ്യം സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം, ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ മുഖ്യ സൂത്രധാരൻ കേജ്രിവാളാണ് എന്ന തരത്തിലുള്ള വാദങ്ങൾ തന്നെയാണ് ഇ ഡി മുന്നോട്ട് വെച്ചിരുന്നത്. ആ കേസിന്റെ നാൾ വഴി എന്താണെന്ന് നോക്കിയാൽ, അതായത് കേജ്രിവാളിന്റെ അറസ്റ്റ് മുതൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ, മാർച്ച് 21-നാണ് ദില്ലി മദ്യനയ അഴിമതി കേസിൽ ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെയാളായി മാറുകയായിരുന്നു കേജ്രിവാൾ. മാർച്ച് 22-ന് റോസ് അവന്യൂ കോടതി കേജ്രിവാളിന്റെ കേസ് പരിഗണിക്കുകയും 6 ദിവസം കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ഇ ഡി കസ്റ്റഡിയിൽ വിട്ടു അദ്ദേഹത്തെ. മാർച്ച് 28 ആയപ്പോഴേക്കും കൂടുതൽ ചോദ്യം ചെയ്യലിന് ഏപ്രിൽ 1 വരെ കസ്റ്റഡി നീട്ടി. ആ കാലയളവിലൊക്കെ ദില്ലി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇ ഡി സംഘം. പക്ഷേ നിർണായക വിവരങ്ങളൊന്നും അവർക്ക് ആ ഘട്ടത്തിൽ കണ്ടെത്താൻ കഴിയുകയും ചെയ്യില്ല. ഏപ്രിൽ 1 ആയപ്പോഴേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ തിഹാർ ജയിലിലേക്ക് പോകുന്നു. അങ്ങനെ തിഹാർ ജയിലിലെത്തുന്ന മുഖ്യമന്ത്രിയായി മാറുന്നു അരവിന്ദ് കേജ്രിവാൾ. ഏപ്രിൽ 9 ആയപ്പോഴേക്കും അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജി ദില്ലി ഹൈക്കോടതി തള്ളുന്നു. അതായത് അത്രയും ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം കേജ്രിവാൾ ഈ അറസ്റ്റ് ചോദ്യം ചെയ്ത് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ കോടതി അത് തള്ളുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏപ്രിൽ 15-ന് കേജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി കോടതി നീട്ടി നൽകുകയും ചെയ്തു. അങ്ങനെ തിഹാർ ജയിലിൽ തുടരുകയാണ് കേജ്രിവാൾ ഉണ്ടായത്. മെയ് 3-ന് ഇടക്കാല ജാമ്യം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതിയുടെ നിർണായക നിരീക്ഷണം വരുന്നു. കാരണം ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, തലവനാണ് അരവിന്ദ് കേജ്രിവാൾ. അദ്ദേഹം ദില്ലി മുഖ്യമന്ത്രി കൂടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ് എന്നുള്ള ആം ആദ്മി പാർട്ടിയുടെ വാദങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇടക്കാല ജാമ്യം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി പറയുന്നു. തീർത്തും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയായിരുന്നു സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മെയ് 9-ന് കേജ്രിവാളിന്റെ ഹർജിക്കെതിരെ ഇ ഡി സത്യവാങ്മൂലം സമർപ്പിക്കുന്നു. കേജ്രിവാളിന് ഇത്തരത്തിൽ ജാമ്യം നൽകുന്നത് തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഇ ഡിയുടെ സത്യവാങ്മൂലം വന്നത്. മെയ് 10-ന്, അതായത് ഇന്ന് 21 ദിവസത്തേക്ക് ജൂൺ 1 വരെ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. ഏതായാലും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു കേസ് തന്നെയാണ് ദില്ലി മദ്യനയ അഴിമതി കേസ്. അരവിന്ദ് കേജ്രിവാളിനെ പോലെ ആം ആദ്മി പാർട്ടിയുടെ തലവനായ ഒരാളെ, ദില്ലി മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാളെയാണ് ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ജയിലിലാക്കുകയും തിഹാർ ജയിലിൽ എത്തിക്കുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ 50 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാൻ മാത്രമാണ് അനുമതി. ഭരണസിരാ കേന്ദ്രത്തിൽ എത്തരുത്, ഭരണപരമായ ചുമതലകൾ നിർവഹിക്കരുത്, അങ്ങനെ കർശന ഉപാധികളുണ്ട്. ജൂൺ 4-ന് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസം വരെ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം. പക്ഷേ കോടതി അത് അംഗീകരിച്ചില്ല. ജൂൺ 2-ന് അദ്ദേഹം തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടി വരും. പക്ഷേ എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയായ കേജ്രിവാളിന്റെ അറസ്റ്റ് കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് കൊണ്ടുവരാൻ പ്രതിപക്ഷ കക്ഷികൾക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ്.